അതായത് ശരാശരി നമ്മൾ 1950 മുതൽ നമ്മൾ സെലക്റ്റീവ് ബ്രീഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ശരിക്കും നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എത്ര മീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ ഉൽപ്പാദനം കൂട്ടുക. കാരണം ശരാശരി കർഷകൻ്റെ ഒരു ലാഭം ഇത് തന്നെയാണല്ലോ. ഇത് ഞാനൊരു ബ്രോയിലർ കോഴീനെ വളർത്തി എന്നുള്ളൊരാൾ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എത്ര വെയിറ്റ് ഈ കോഴിക്ക് നമുക്ക് കോഴിയുടെ ഒരു ബോഡിയിൽ നമ്മൾ എത്ര വെയിറ്റ് നമുക്ക് കയറാൻ പറ്റുന്നു, അതാണ് ഒരു ലാഭം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലുകൾക്ക് ബലമില്ല. അതായത് 30-40 ദിവസത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഈ കോഴി പുറത്തോട്ട് വരുന്നത്. പിന്നെ നമ്മൾ ചില കോഴികൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഒരു ആംബിയർ ഇല്ല. കാരണം അതിന് അവരുടെ ഒരു വെയിറ്റ്, ബോഡി വെയിറ്റ് അവരുടെ കാലിലൊന്നും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് ശരിക്കും നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ പല കോഴികളും നമ്മുടെ മുമ്പിൽ തന്നെ മരണപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇത് വിരിയുന്ന ദിവസം തന്നെ, അതായത് എയറോസോൾ വെച്ചിട്ട് ഹാച്ചറിയിലാണ് വാക്സിനേറ്റ് ചെയ്തിട്ടാണ് ഈ കോഴീനെ നമ്മൾ ശരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളിത് കൊണ്ടുവന്ന് നമ്മളത് ചെറിയൊരു അറക്കപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഈ കോഴീനെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ലൈറ്റൊക്കെ കൊടുത്ത് ചൂടൊക്കെ കൊടുത്ത് നമ്മൾ ഒട്ടും ഇൻഫെക്ഷൻ ആകാത്ത രീതിയിൽ തന്നെ നമ്മളിത് വെച്ച് നമ്മൾ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എല്ലാ ഈ 30-35 ദിവസത്തിനുള്ളിൽ നടക്കുന്നത് ചിന്തിക്കണം. വാക്സിനേഷന് കാര്യങ്ങളെല്ലാം നടക്കണം. പിന്നെ നമുക്ക് കോഴിക്കൊരു കുഞ്ഞൊരു ജലദോഷമോ ചുമ ഒരു കോഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കോഴിക്കുഞ്ഞിന് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ആ സ്പോട്ടിലെ എല്ലാ കോഴികൾക്കും ഇത് ബാധിക്കും. അപ്പം ബാക്കി ആ വരുന്ന ഒരു പ്രശ്നമുള്ള കോഴീനെ നമ്മൾ അന്നേരം വേറൊരു ഇതിലേക്ക് മാറ്റിയിടുക, വേറൊരു കള്ളിയിലേക്ക് മാറ്റിയിടുക, ഇവർ ബാക്കിയുള്ള കോഴികളുമായിട്ടുള്ള സമ്പർക്കം അനുവദിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ആൻറ്റിബയോട്ടിക്, കട്ടിയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ ഇതൊക്കെ വരുന്നത് കേട്ടോ. ഇത് പിന്നെ നമുക്ക് ഒത്തിരി സ്ട്രെസ്സ് ഹോർമോൺസ് ഉണ്ട് ഈ കോഴിയുടെ ശരീരത്തിൽ. കാരണം ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കോഴികളൊക്കെ തീറ്റയൊക്കെ തിന്ന് നല്ല സുഖമായിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ അവിടെ പോയി ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴികളും ആ സ്പോട്ടിൽ അവിടെ കിടന്നുറങ്ങും. എനിക്ക് ഭയങ്കര അതിൻ്റെ അതിശയമായ ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഈ പാട്ട് വെക്കുന്ന ഒരു ടൈമിൽ കോഴി മുഴുവൻ കിടന്നുറങ്ങുന്നു. കാരണം ഈ പാട്ട് ഓഫ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ കോഴി മുഴുവൻ എണീക്കുന്നു. ഇതൊക്കെ ഭയങ്കര അതിശയമുള്ള കാര്യമാണ്. കാരണം അവരുടെ ഒരു ബോഡിയിൽ അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഹോർമോൺ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. അതും നമ്മൾ ഈ കഴിക്കുന്ന നമ്മളിലേക്ക് ഇതൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് വേറൊരു സത്യമാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ഒരു കട്ടൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നേരം കൊണ്ടുവരുന്ന പാടെ നമ്മൾ അത് കുക്ക് ചെയ്യുക. അല്ല, നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊന്നും വെക്കരുത്. ശരിക്കും നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കുക. കാരണം അത് അണുബാധകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനമായ കാര്യമാണ്. നമ്മൾ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണം. നമ്മൾ ബ്രോയിലർ ചിക്കൻ ആണല്ലോ എന്ന് വിചാരിച്ച് ഒരു കുക്കറിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വിസിലൊക്കെ അടിച്ച് അത് എടുക്കുന്നേക്കാളും ഇപ്പോൾ നല്ലത് നമ്മൾ ഒരു തിളച്ച് കഴിഞ്ഞ ശേഷം ചെറുതീയിലൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ബ്രോയിലർ ചിക്കനൊക്കെ കുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചിക്കൻ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും വരില്ല എന്ന് ചിന്തിക്കേണ്ട. കാരണം ക്യാൻസറിനൊക്കെ ഇതിന് സാധ്യതകളുണ്ട്. അതായത് ക്യാൻസറിന് തന്നെയല്ല, അമിതവണ്ണം, PCOD അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം. പിന്നെ ഇതൊക്കെ ഭാവിയിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒവേറിയൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയല്ല പാൻക്രിയാസ് അല്ല, നമുക്ക് പോസ്ട്രേറ്റ് ക്യാൻസറിന് സാധ്യതയുണ്ട്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നമുക്ക് ചിക്കൻ കഴിക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അവർ ബ്രോയിലർ ചിക്കൻ കഴിക്കാൻ അല്ല പറയുന്നത്, നമുക്ക് ചിക്കൻ നല്ലതാണ് എന്ന് മാത്രമാണ് അവർ പറയുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ചിക്കൻ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും കാൽസ്യം ഉണ്ടാവും. കാൽസ്യമൊക്കെ നമ്മുടെ ബോഡിയിൽ ഒത്തിരി കാൽസ്യം ഉണ്ട്. പിന്നെ നന്നായിട്ട് പ്രോട്ടീൻ കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ അമിനോ ആസിഡ് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ മാഗ്നീഷ്യം, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ബ്രോയിലർ ചിക്കൻ നമ്മൾ അധികം കഴിക്കാതിരിക്കുന്നത് തന്നെ കേട്ടോ നമുക്ക് നല്ലത്. കാരണം നമുക്ക് നാടൻ രീതിയിലുള്ള ചിക്കൻ, ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പറയുന്ന തീറ്റയും കാര്യങ്ങളൊന്നും അല്ലാതെ നമുക്ക് ഇതൊക്കെ മേടിച്ച് വളർത്താൻ പറ്റും. ബ്രോയിലർ ചിക്കൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു വൈറ്റ് കളറുള്ള കോഴി സ്കിന്ന് കാര്യങ്ങൾ, ഒരു ചുവന്ന പൂവൊക്കെ ഉള്ളൊരു ഇത് തന്നെയാണല്ലോ. അല്ലാതെ നമ്മളൊരു കളറുള്ള ഒരു കോഴിയെ നമ്മൾ ഒരിക്കലും ബ്രോയിലർ ചിക്കൻ എന്ന് നമ്മൾ വിളിക്കാറില്ല. നമ്മൾ അങ്ങനെ വിളിക്കുന്ന പേര് അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഇതിപ്പം നമുക്ക് കഴിക്കാൻ ഇപ്പം അല്ലാതെ കോഴികളൊക്കെ കിട്ടും. പിന്നെ ബ്രോയിലർ ചിക്കൻ പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതൊന്നുമല്ല. ആരോഗ്യമുള്ളവർക്ക് ഇതൊന്നും പ്രശ്നങ്ങളല്ല. പക്ഷേ ഇത് കുട്ടികളിലൊക്കെ നന്നായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. ചെറിയൊരു പ്രായത്തിൽ ഒരു വളരുന്ന പെൺകുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ഹോർമോൺസൊക്കെ നമ്മൾ ഈ ഒരു
ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ കോഴിത്തീറ്റയിലൊക്കെ ശരിക്കും ഹോർമോൺസ് തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്കോ ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ഒരു അനിവാര്യമായ കാര്യം തന്നെയാണ്. നമ്മൾ ചിക്കനില്ലാത്തൊരു ആഘോഷങ്ങളില്ല, ചിക്കനില്ലാത്ത ദിവസങ്ങളില്ല, അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇതിനൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരാം. ഓക്കെ.